Living Word Daily Manna. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ ആവശ്യമേ വാഴ്ത്തപ്പെടുമാറാവട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ പ്രാവശ്യം ആയിരിക്കാൻ കർത്താവ് തന്ന വിലയേറിയ അവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഡെയിലി മന്ന എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവദിനമായി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ ആണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവസ്നേഹത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. അതിൽ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ അന്യപ്പെടുത്തുന്ന തടസ്സങ്ങൾ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വന്നത്. എന്നാൽ ഇന്ന് പോൽക്കാലം നാം ചിന്തിക്കുവാൻ പോകുന്നത് ദൈവസ്നേഹം നമ്മിൽ പകരുവാൻ ദൈവത്തിന് വിഷാദം തോന്നിയ ദൈവസ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. അതിനുശേഷം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നന്മകൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്നുപോലെ കാലം അല്പസമയം ദൈവദിനത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവത്തിൽ ആഗ്രഹിക്കുന്നത്. നാം പ്രാരംഭമായി വായിച്ച വേദഭാഗം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളല്ലോ. റോമാലേഖനം 8-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ നാം വായിച്ച വേദഭാഗം എല്ലാവർക്കും ഓർമ്മയുണ്ട്. ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ അന്യപ്പെടുത്തുന്നത് ആര് എന്ന് ചോദിച്ചുകൊണ്ട് പൗലോസ് ചോദിക്കുന്ന ശബ്ദമാണ് നാം ചിന്തിപ്പാനിടയായിട്ടുള്ളത്. ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ അന്യപ്പെടുത്തുന്ന പല വസ്തുതകളാണ് കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ദൈവസ്നേഹം നമ്മിൽ വ്യാപരിക്കാതെ കൊണ്ട് നമ്മെ തടസ്സം ചെയ്യുന്ന വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നുപോലെ കാലം കർത്താവ് ദൈവസ്നേഹം നമ്മിൽ എന്തുമാത്രം വ്യാപരിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞാൽ ദൈവസ്നേഹത്തിന്റെ മഹത്വം യഥാർത്ഥത്തിൽ ഇതിന്റെ ആഴം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എല്ലാവരും ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ് അതിനാധാരമായി നാം വായിപ്പാൻ ഉദ്ദേശിക്കുന്നത്. പ്രാരംഭമായ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. നമ്മുടെ ചിന്ത ദൈവം തന്റെ ഹിതപ്രകാരം സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുന്നുവെന്നാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രവാചകനായ യെശയ്യാവ് യേശുവിന്റെ മരണത്തിന് ദീർഘവർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ചൊരു പ്രവചന ഭാഗമാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. സ്തോത്രം. അവിടെ നമുക്ക് എഴുതിയിരിക്കുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം ഇതാണ്: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. സ്തോത്രം. കാൽവരി ക്രൂശിൽ യേശു തന്റെ ജീവൻ കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ രണ്ട് പ്രധാന വിഷയങ്ങളാണ് ആ വേദഭാഗത്തിൽ യേശുവിന്റെ ക്രൂശീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നാണ് വേദഭാഗം നമ്മെ ഓർമ്മിക്കുന്നത്. ഒന്ന്, നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. രണ്ട്, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അടുത്ത വാക്യം ഇങ്ങനെയാണ്: എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഇവിടെ ഈ വേദഭാഗം നാം ചിന്തിക്കുമ്പോൾ യേശുവിന്റെ ക്രൂശീകരണത്തിന്റെ ആഴമാണ്, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, മാനവജാതിയുടെ മേലുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമാണ് പ്രവചന ദൃഷ്ടിയ യെശയ്യാവിൽ കൂടെ വെളിപ്പെട്ട് ലഭിക്കാനിടയായി തീർന്നത്. അതായത് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി, മാനവജാതിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുൻപ്, ദീർഘവർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 1200-1500 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ പ്രവചിച്ച ഒരു വേദഭാഗമാണിത്. സ്തോത്രം. ഈ വേദഭാഗം നാം ചിന്തിക്കുമ്പോൾ പിതാവിന്റെ ദിവ്യ ദൃഷ്ടിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തരുവാനുള്ള പിതാവിന്റെ ഇഷ്ടത്തിന്റെ ആ പരിജ്ഞാനമാണ് പ്രവാചകൻ അവിടെ വിളിച്ചു പറയുന്നത്. സ്തോത്രം. എന്തിനാണ്? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ എന്ത് ചെയ്തു? മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വീഴിക്കുന്നു. സ്തോത്രം. നമ്മുടെ അകൃത്യങ്ങളും നമ്മുടെ അതിക്രമങ്ങളും നിമിത്തം യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവൻ നൽകുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം എന്ന് എഴുതിയിരിക്കുന്നു. പാപത്തിന്റെ പരിണത ഫലമായി മാനവജാതി ദൈവസ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയതിനെ മടക്കി വരുത്തുന്ന ദൈവസ്നേഹത്തിന്റെ ആഴമാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നു. ഈ വേദഭാഗത്തിൽ അടിസ്ഥാനപരമായി നാം ഓർത്തിരിക്കേണ്ട ഒരു വിഷയം, പിതാവായ ദൈവത്തിന് സ്വന്തം പുത്രനെ തകർത്ത് കളയാൻ ഇഷ്ടം തോന്നി എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. എന്തിനാണ്
നമ്മുടെ അനുഗ്രഹത്തിനായി പിതാവായ ദൈവം തന്റെ സ്വന്തം പുത്രനെ ഒരു അകൃത്യ യാഗമായി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അകൃത്യ യാഗത്തെ കുറിച്ചൊക്കെ ഓർക്കണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് പോയാൽ യാഗങ്ങളെ കുറിച്ച് പഠിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. എന്നാൽ ഒരു യാഗവസ്തു പോലെ യേശു തന്റെ സ്വന്തം ശരീരത്തെ മാനവജാതിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് സ്തോത്രം നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. അതിനുശേഷം നമുക്ക് വായിപ്പാൻ കഴിയുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഈ വിഷയം നടക്കുന്നതിന് മുൻപ് ക്രൂശീകരണം നടക്കുന്നതിന് ദീർഘവർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ എഴുതിയിരിക്കുക, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം തന്റെ സ്വന്തം പുത്രനെ തകർത്ത് കളയാൻ ഇഷ്ടം തോന്നിയത് എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ആ സ്നേഹത്തിന്റെ ആഴം നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. എന്താണ്? സന്തതിയെ കാണുകയും ദീർഘായുഷ്യ പ്രാപിക്കുകയും ചെയ്യും എന്നുള്ള വാഗ്ദത്ത വചനമാണ് ആ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവിൽ കൂടെ, സ്വന്തം പുത്രനിലൂടെ ഒരു തലമുറ സന്തതികൾ ഉരുവായി വരുന്നത് കണ്ടുകണ്ട് പിതാവായ ദൈവം തന്റെ സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പ്രസാദം തോന്നി എന്നാണ് നമുക്ക് വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിതാവായ ദൈവത്തിന്റെ സ്വന്തം ഇഷ്ടം, അവൻ പുത്രനെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നിയപ്പോൾ സ്തോത്രം, പിതാവായ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞിട്ട് സ്വന്തം പുത്രൻ സ്തോത്രം സ്വർഗോന്നതങ്ങൾ വിട്ടിട്ട് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മാനവജാതിക്ക് വേണ്ടി തന്നെത്താൻ ഒരു യാഗമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന, ഒരു പാപയാഗമായി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങൾ നാം ഒന്ന് ഗ്രഹിച്ചാൽ, സ്തോത്രം, പിതാവായ ദൈവം പുത്രനെ തകർത്ത് കളയാൻ പദ്ധതിയിട്ടു. അതിനുവേണ്ടി സ്തോത്രം പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തു. പക്ഷേ കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി പുത്രനായ ക്രിസ്തു ഈ ലോകത്തിൽ അവതരിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. വചനത്തിൽ വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. അവന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുവാനും അതിനെ തിരികെ പ്രാപിക്കുവാനും അവന് അധികാരമുണ്ടെന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന വേദഭാഗങ്ങൾ നമുക്ക് സുവിശേഷങ്ങളിൽ വായിപ്പാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ സ്വന്തം പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് സ്തോത്രം മാനവജാതിയോട് ചേർന്ന് അവൻ സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം നാം പങ്കിടുമ്പോൾ പുത്രനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാം വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ദാസരൂപമെടുത്ത് തന്നെത്താൻ ആ ദൈവിക ദൗത്യത്തിനു വേണ്ടി, പിതാവിന്റെ ഹിതത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം എവിടെയാണ്? സ്തോത്രം. ഞാനും നിങ്ങളും മാനവജാതി സ്തോത്രം പാപത്തിൽ നശിച്ചു കിടന്ന സ്ഥാനത്ത് നിന്ന് മാനവജാതിയെ ഉദ്ധരിക്കേണ്ടതിന് സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്ന കർത്താവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, അതിനുവേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച അകൃത്യയാഗമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന പുത്രനായ ക്രിസ്തുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. പിതാവിന്റെ ഇഷ്ടം യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് അവസാന നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്. സ്തോത്രം. ക്രൂശിന് മുൻപ് അവൻക്ക് സ്തോത്രം ഗത്സമന തോട്ടത്തിൽ വെച്ച് താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീങ്ങിപ്പോകണം, അല്ല നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് തന്റെ ഹിതത്തിനു വേണ്ടി, പിതാവിന്റെ ഹിതത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന പുത്രനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തിനു വേണ്ടി? എന്നെയും നിന്നെയും സ്വർഗീയ മണ്ഡലത്തിൽ ഇരുത്തേണ്ടതിനു വേണ്ടി, ദൈവിക അനുഗ്രഹം ഞാനും നീയും പ്രാപിക്കേണ്ടതിനു വേണ്ടി കർത്താവായ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പിതാവായ ദൈവത്തിന് തോന്നിയ ഇഷ്ടത്തിനായി അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത പുത്രനായ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ തിരിച്ചറിയുവാൻ ഇവർക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ ആഴം നാം തിരിച്ചറിയുമ്പോൾ തന്നെ അതോട് ചേർന്ന് എനിക്ക് നിങ്ങൾക്കും ദൈവം തന്ന അനുഗ്രഹം എന്താണെന്ന് കൂടെ തിരിച്ചറിഞ്ഞിട്ടേ നാം പോകാവൂ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു പോകാൻ ആഗ്രഹിക്കുക. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ചിന്തിപ്പാൻ ദിവസം ആഗ്രഹിക്കുന്ന 7-ാം അധ്യായത്തിന്റെ ചില വേദഭാഗങ്ങൾ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം. സ്തോത്രം. ക്രിസ്തു കഷ്ടം സഹിച്ചു എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു തന്റെ സ്നേഹം പ്രകടിപ്പിച്ചത് നിമിത്തം അത് അറിയുന്ന, അത് മനസ്സിലാക്കുന്ന, അതിൽ വിശ്വസിക്കുന്ന, അതിലേക്ക് അടുത്തു വരുന്ന ഒരു ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തെ കുറിച്ചാണ് സ്തോത്രം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതിന് ചില വാക്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കാൻ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുക. 7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം പ്രാരംഭമായി ഞാൻ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം: ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം വെള്ളനിലയെങ്കിൽ ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിൽ കുഞ്ഞാടിന് മുൻപാകെ
നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ ഒരു വലിയ പുരുഷാരത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യേശു കാൽവരി ക്രൂശിൽ ജീവൻ കൊടുക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം തന്റെ സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയാ? ഒരു വലിയ തലമുറയെ കർത്താവിന് വേണ്ടി വാർത്തെടുക്കുവാൻ. സ്തോത്രം. തനിക്ക് പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളെയാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രിസ്തു കാൽവരി ക്രൂശിൽ ജീവൻ കൊടുത്തത് കൊണ്ട് അത് മുഖാന്തരം ദൈവിക ജീവൻ പ്രാപിച്ച്, സമൃദ്ധിയായ ജീവൻ പ്രാപിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു മഹാസമൂഹത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എവിടെ നിന്നുള്ള? സകല ഗോത്രങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും ഉള്ളവരായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയെങ്കി ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലയുമായി നിൽക്കുന്ന അവൻ സ്തോത്രം സിംഹാസനത്തിന് കുഞ്ഞാടിന് മുൻപാകെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഇവരാരാണ്? ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന് എല്ലാം കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു മഹാസമൂഹം ഇവിടെ ഇപ്പോൾ നിൽക്കുക. അവർ പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിക്കണേ. 10ാമത്തെ വാക്യം, രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ദാനം എന്നവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അല്ലെങ്കിൽ ഇവരാരാണ്? ദൈവത്തിന്റെ രക്ഷയുടെ മഹാ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് രക്ഷ പ്രാപിച്ചവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സിംഹാസനത്തിരിക്കുന്നതിനായി നമ്മുടെ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെയും ദാനമായ ദാനം, രക്ഷ, ദൈവത്തിന് ദാനം എന്നവർ അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവർ യേശുവിന്റെ രക്ഷ പ്രാപിച്ച് ദൈവിക രക്ഷയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഒരു മഹാവലിയ പുരുഷാരം, ആമേൻ, സ്തോത്രം, എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം എന്നാണ് വേദഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അവരുടെ അനുഗ്രഹത്തെ കുറിച്ച് 10ാമത്തെ വാക്യം കൊടുത്ത് വായിപ്പാൻ 14ാമത്തെ വാക്യം കൊടുത്ത് വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 14ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യജമാനൻ അറിയുന്നുവല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാക്കാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ മഹാപുരുഷാരത്തിന്റെ പ്രത്യേകത എന്താണ്? അവർ വെള്ള നിലയങ്ക് ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലയുമായി കുഞ്ഞാടിന്റെ പിതാവിന്റെയും മുൻപിൽ നിൽക്കുമ്പോൾ അവർക്ക് സ്തോത്രം പറയാനുള്ളത് എന്താണ്? രക്ഷ ദൈവത്തിന്റെ ദാനവും കുഞ്ഞാടിന്റെ ദാനവുമാണ് എന്നാണ് ഇവർ ദൈവസന്നിധിയിൽ പറയുന്നത്. എന്നാൽ 14ാം വാക്യത്തിൽ പറയുന്നു, ഇവർ എവിടെ നിന്ന് വന്നവരാ? മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാ. അവർ എന്ത് ചെയ്തിരിക്കുക? കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരാ. സ്തോത്രം. അവരുടെ വിശേഷത എന്താണ്? അവരിപ്പോൾ ധരിച്ചിരിക്കുന്നത് വെള്ളനിലയങ്കിയ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം പല ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സ്തോത്രം. അവർ ധരിച്ചിരിക്കുന്ന നിലയങ്കി എന്തിനെ കാണിക്കുന്നു? ജയിച്ചവർ. സ്തോത്രം. കുഞ്ഞാടിനോട് കൂടെ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് നടക്കുമെന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അവിടെ അവൻ സ്തോത്രം ജയിച്ച ജൈവരായി കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവസന്നിധിയിൽ ശുദ്ധീകരണം പ്രാപിച്ച് നിലനിൽക്കുന്ന ഒരു മഹാപുരുഷാരത്തെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. യേശു സ്വന്തം ജീവൻ ഏൽപ്പിച്ചു കൊടുത്ത് തന്റെ ഏകജാതനായ പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. എപ്പോൾ? സ്തോത്രം. ഒരു മഹാവലിയ പുരുഷാരം. സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച് ദൈവ സാന്നിധ്യത്തിൽ കടന്നു വരുന്നത് മാത്രമല്ല, നിത്യത അവൻ സ്തോത്രം വലിയ പുരുഷാരത്തോടുകൂടെ നിത്യത ചെലവഴിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ പിതാവായ ദൈവം തന്റെ സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാന്യശ്രോതാവേ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവൻ ഈ ദൈവ സ്നേഹത്തെ തിരിച്ചറിയാൻ ഇതുവരെ ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ എന്റെയും നിന്റെയും ജീവിതത്തിന്റെ ഉദ്ധാരണത്തിനു വേണ്ടി, വിടുതലിനു വേണ്ടി, നിത്യത കർത്താവിനോടുകൂടെ ചെലവഴിക്കേണ്ടതിനു വേണ്ടി അവൻ സ്തോത്രം നിത്യം കർത്താവിനോട് കൂടെ അവനെ ആരാധിക്കുന്ന ഒരു മണ്ഡലത്തിൽ ആ 7ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് പറയുന്നുണ്ട്. സ്തോത്രം. നിത്യം അവന്റെ സന്നിധിയിൽ ഇരുന്ന് അവനെ ആരാധിക്കുന്ന അനുഭവത്തിൽ നിൽപ്പാനാണ് കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് ഇതുവരെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഒരു കാലം അതിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അവൻ സ്തോത്രം. അത് തിരിച്ചറിഞ്ഞ പൗലോസ് പറയുകയാണ്, ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അന്യപ്പെടുത്തുന്നത് ആര്? ലോകത്തിൽ ഏതെല്ലാം അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ എന്തു വന്നാലും ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയും
കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുക. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം എന്തിനാ എന്നെയും നിന്നെയും ആ മഹാവലിയ പുരുഷാരത്തോട് ചേർന്ന് നിർത്തേണ്ടതിന് വേണ്ടി യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴുകൽ പ്രാപിച്ച് കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ ജീവിതത്തിന്റെ അങ്കി അലക്കി ശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കാനാണ് എന്നെയും നിന്നെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ സ്തോത്രം, അനേക പ്രതിസന്ധികൾ എനിക്ക് നിനക്ക് മുന്നിലേ ഉണ്ടാകാം. ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെയും നിന്നെയും അന്യപ്പെടുത്തുന്ന അനേക വസ്തുതകൾ ഉണ്ടാകാം. പക്ഷേ വിജയശ്രീലാളിതരായി സ്തോത്രം കുഞ്ഞാടിന് മുൻപിൽ നിൽക്കുന്ന ആ മഹാദിവസത്തെ ദർശനം കണ്ടുകൊണ്ട്, വെളിപ്പാടിൽ കണ്ടുകൊണ്ട്, മറ്റെല്ലാ വിഷയങ്ങളെയും പിൻപിൽ തള്ളിക്കൊണ്ട് നിത്യത കർത്താവിനോട് കൂടെ ചെലവഴിക്കണം. അതിനാ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. അതിൽ നിന്ന് കുറഞ്ഞു പോകുന്ന യാതൊരു അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ദൈനംദിന ജീവിതത്തിൽ നാം ശ്രദ്ധിച്ചിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇതുവരെക്കാലം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എവിടെയെങ്കിലും ഒക്കെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെക്കാലം യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇതുവരെക്കാലം ശുദ്ധീകരണത്തിനായി അവന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. ആ മഹാവലിയ പുരുഷാരത്തോട് ചേർന്ന് അവൻ സ്തോത്രം പിതാവിന്റെ സന്നിധിയിൽ കുഞ്ഞാടിന്റെ മുൻപിൽ നിൽക്കുന്ന ദിവസത്തിൽ ഞാൻ നീ ഉണ്ടാകണം. അത് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവസന്നിധി ഇതുവരെക്കാലം നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ സമർപ്പിച്ചു കൊടുക്കും. കർത്താവെ, എവിടെയെങ്കിലും ഒക്കെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതാ ഇതിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് സ്തോത്രം കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവപാദത്തിലേക്ക് അടുത്തു വരാൻ ഇതുവരെക്കാലം ആരൊക്കെ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. സ്തോത്രം. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദർശനത്തിൽ നമ്മെ വിട്ടു മാറ്റുവാൻ, അവൻ വിരുദ്ധെറ്റിക്കുവാൻ വിശാചനേക പദ്ധതികളുമായി നമ്മുടെ മുൻപിൽ നിൽപ്പുണ്ട്. ലോകം നമ്മുടെ മുൻപിലുണ്ട്, വിശാഖുണ്ട്, പാപമുണ്ട്. ഇതൊന്നും കണ്ട് ഭയപ്പെടാനല്ല പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് ഉറപ്പിച്ച് പറയാം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അന്യപ്പെടുത്തുന്നത് ആര്? സ്തോത്രം. ലോകത്തിലെ ഏതെല്ലാം വസ്തുതകൾ എനിക്കെതിരെ വരട്ടെ, എന്നാൽ എന്റെ ഉദ്ദേശം, എന്റെ താല്പര്യം, എന്റെ ദർശനം ഒന്നായിരിക്കണം. എന്താ? അവൻ സ്തോത്രം മഹാബലിയ പുരുഷാരത്തോട് കൂടെ വെള്ളം നിലയെങ്കി ധരിച്ചുകൊണ്ട് പിതാവിന്റെയും കുഞ്ഞാടിന്റെയും മുൻപിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കാൻ എനിക്ക് കർത്താവേ കൃപ തരണമേ, അതിൽ നിന്ന് നഷ്ടപ്പെട്ടതിന്റെ അനുഭവം എനിക്ക് ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥലായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. നമുക്ക് ദൈവസ്ഥലം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എവിടെയെങ്കിലും ഒക്കെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ദർശനം നഷ്ടപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കാലം ഒന്ന് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് വിളിക്കുന്നു. നമ്മെ കുറിച്ചുള്ള ദൈവോദ്ദേശം. സ്തോത്രം. എനിക്ക് നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കർത്താവ് ജീവൻ നൽകിയത് എന്തിനാണ്? തന്നെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയത് എന്തിനാണ്? ഒരു വലിയ സമൂഹം അവൻ സ്തോത്രം പിതാവിന്റെയും കുഞ്ഞാടിന്റെയും മുൻപിൽ നിൽക്കുവാൻ ആ ദിവസത്തെ കണ്ടുകൊണ്ട് പിതാവായ ദൈവം തന്റെ സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അവൻ സ്തോത്രം സ്വന്തം പുത്രൻ ജീവൻ കൊടുക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത് തിരിച്ചറിഞ്ഞുകൊണ്ട് കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന കർത്താവ് സ്തോത്രം സന്തതിയെ കാണുകയും ദീർഘായുഷ്യം പ്രാപിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ വചനം കാൽവരി ക്രൂശിൽ നിവൃത്തീകരിക്കപ്പെട്ടിരിക്കുക. എന്നെയും നിന്നെയും ആ സന്തതി പദവിയിലേക്ക് ഉയർത്തുവാൻ, മക്കളാക്കി തീർക്കുവാൻ ദൈവത്തിൽ പ്രസാദം തോന്നിയത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും ആ സ്നേഹത്തിന്റെ ആഴത്തിൽ നിലനിന്ന് അതിൽ നമ്മെ വേർപെടുത്തുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് കർത്താവിന്റെ കൃപയിലും ശക്തിയിലും ഈ ലോകത്തിൽ ജീവിക്കുമെങ്കിൽ നിത്യത കർത്താവിനോടുകൂടെ ചെലവഴിക്കുവാൻ, സ്തോത്ര കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കാൻ, നിത്യം അവനെ ആരാധിക്കുന്ന ദിവസത്തിലേക്ക് ആമേ സ്തോത്രം കണ്ണുവെച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരണം ഞങ്ങൾ ദൈവമേ സ്നേഹമേ സ്വർഗ്ഗീയ പിതാവേ, എന്റെ മാന്യ ശ്രോതാക്കളെ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ കർത്താവിന്റെ വിശേഷ സാന്നിധ്യം ഈ സമയം പകരുന്ന സ്നേഹത്തിനായി സ്തോത്രം. ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടും പലപ്പോഴും കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ നിലനിൽക്കാൻ കഴിയാതെ അവൻ സ്തോത്രം ലോകം, പാപം, പിശാച് ഈ വസ്തുതകൾ ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ അന്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, പല വിഷയങ്ങൾ ഞങ്ങളെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ അതിനെ ഒന്നും കണ്ട് ഞങ്ങൾ പകച്ചു നിൽപ്പാനല്ല കർത്താവേ, ദൈവസാന്നിധ്യത്തിന്റെ ആഴത്തിലേക്ക് അടുത്തു നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തന്ന് സഹായിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങളുടെ പിതാവിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിൽ പ്രത്യാശ വയ്പ്പാൻ മാത്രമല്ല, കർത്താവിന്റെ കൃപയിൽ ശക്തിപ്പെട്ട് നിത്യതയിൽ കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ഞങ്ങളെ ഒരുക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം. വചനത്തിന്റെ ചിന്തകൾ അതിനായി ഞങ്ങളെ സഹായിക്കട്ടെ കർത്താവേ. ആ സ്നേഹത്തിൽ നിന്ന് ഞങ്ങൾ എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇവർക്കാലം ഒന്ന് മടക്കി വരുത്തുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ആ ദിവ്യ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. അവൻ ഞങ്ങളെ അവസാനത്തോളം വഴി നടത്തുവാൻ ശക്തനായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്റെ മാന്യ ശ്രോതാക്കളെ എല്ലാവരെയും
പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് കർത്താവേ, സ്തോത്രം കർത്താവേ, പിശാചിന്റെ പിടിയിൽ നിന്ന് അവരുടെ എല്ലാ അവസ്ഥകളിൽ കർത്താവ് വേർതിരിച്ച് നിർത്തിക്കൊള്ളുന്നതിനായി പ്രാർത്ഥിക്കണം. നിത്യത കർത്താവിനോടുകൂടെ ചെലവഴിക്കുന്ന ദർശനത്തിൽ തന്നെ നിലനിൽപ്പാൻ കുഞ്ഞുങ്ങളെല്ലാവരെയും സഹായിക്കണം. അതിലേക്ക് അതിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വേണം ഏതെങ്കിലും ഒക്കെ അവസ്ഥകളിൽ ആയിട്ടുണ്ടെങ്കിൽ ഇതുവരെക്കാലം പൂർണ്ണമായി കർത്താവ് ക്ഷമിക്കണമേ. കൃപ പകർന്ന് സഹായിക്കണം, മടക്കി വരുത്തണം. ദൈവസാന്നിധ്യം കൊണ്ട് നടക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം. ഇതുവരെക്കാലം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥനയും യാജ്ഞയും കടനായി സ്തോത്രം. യേശുനാമത്തിൽ കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. അടുത്ത ആഴ്ചക്കാലം ഒരു പുതിയ ടോപ്പിക്കുമായി നമുക്ക് ഒരുമിച്ച് വീണ്ടും കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവയാക്കി തീർക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ആഴത്തിൽ നാം നിലനിൽക്കുമ്പോൾ തന്നെ ദൈവിക അനുഗ്രഹങ്ങൾ ദിവസം തോറും പ്രാപിച്ച് നാം എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അടുത്ത ആഴ്ചക്കാലം നമുക്ക് വീണ്ടും ചിന്തിക്കാം. അടുത്ത ടോപ്പിക്കുമായി ദൈവത്തിൽ കടന്നു വരുമ്പോഴേ ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നാളെ പൽക്കാലം വീണ്ടും നമുക്ക് സൺഡേ മന്ന എന്ന പ്രോഗ്രാമിൽ ഒരുമിച്ചായിരിക്കാം. ദൈവവചനം നമ്മെ ദിവസം തോറും വളർത്തിയെടുക്കട്ടെ. ദിവസം തോറും കർത്താവിന്റെ കൃപയിൽ വളരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.